എൻ്റെ പേര് ജെഫിൻ. ഇതെൻ്റെ വൈഫ് ബെനീറ്റ. അമ്മ എടവക ആനിക്കാട് കാഞ്ഞിരപ്പള്ളി രൂപത. 2019 സെപ്റ്റംബർ 19 ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനത്തിൽ വരുന്നത്. തികച്ചും സ്വാർത്ഥമായ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു ദേവാലയം എത്രമാത്രം എനിക്ക് അറിയുള്ളായിരുന്നു. മറ്റ് ഉടമ്പടിയുടെ മറ്റ് കാര്യങ്ങളോ കാരുണ്യ പ്രവർത്തികളോ മറ്റൊരു കാര്യങ്ങളെക്കുറിച്ചും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അമ്മയുടെ നിർബന്ധപ്രകാരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എന്നെ മാതാവിനെ, ഈ അൾത്താരിലുള്ള മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ടിട്ട് എനിക്കത് മനസ്സിലാക്കാനുള്ളൊരു കൃപ എനിക്കില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ദൈവഭയം ഉണ്ടായിരുന്നു, പക്ഷേ ദൈവവിശ്വാസവും ദൈവസ്നേഹവും രണ്ടും 0 ആ ലെവലായിരുന്നു എൻ്റെ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഒരു സ്വപ്നം എന്ന രീതിയിൽ ഞാൻ എന്നെ തള്ളിവിട്ടു. ഞാൻ അതിൽ 6ാമത്തെ നിയോഗമായിട്ട് ഇവിടെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമാണ് സന്തോഷവും സമാധാനവും ഉള്ളൊരു ജോലി എനിക്ക് വേണം. ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്നിടത്ത് കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അങ്ങനെയാണ് വെച്ചത്. എനിക്ക് സന്തോഷവും സമാധാനവും ഉള്ളൊരു ജോലി വേണം. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ UK പോയി സപ്ലൈ ചെയിൻ കോഴ്സ് ചെയ്തു. സപ്ലൈ ചെയിൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി 90 ദിവസം മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം ഉഴപ്പി കളഞ്ഞിരുന്നു. വേറൊന്നും എനിക്ക് ചെയ്യില്ല. ഉടമ്പടി പത്രം കൊടുക്കാനൊക്കെ ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു, നാണക്കേടായിരുന്നു. എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ആണെങ്കിലും ഞാനത് ചെയ്തു. 90 ദിവസം ഉടമ്പടി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നോക്കി. ബാക്കി അത് കഴിഞ്ഞ് ഉഴപ്പിപ്പോയി. UK ചെന്ന് ജോലിയായി. ആ ജോലി ചെയ്ത സമയത്ത് 1 വർഷത്തെ കോഴ്സിനാണ് ഞാൻ പോയത്. അന്നേരം പള്ളിയിൽ പോക്കില്ല, കുമ്പസാരമില്ല, ഒരു കാര്യമില്ല. ഒരു 1.5 വർഷക്കാലം ദേവാലയമായിട്ടോ ദൈവമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ ഞാൻ ജീവിച്ചു. ഈ 1.5 വർഷം കഴിഞ്ഞ് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ പല ജോലിക്കും അപ്ലൈ ചെയ്തിരുന്നു. പല ജോലിക്കും അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക, ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ പല ഇൻ്റർവ്യൂസിനും അപ്ലൈ ചെയ്തു. എല്ലായിടത്തും റിജക്ഷനാണ്, എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരുപാട് സങ്കടമായി. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ദൈവം ഓർത്തു. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഇൻ്റർവ്യൂ പാസ്സാവുകയും ടെമ്പററി ആയിട്ട് ഒരു ജോലി എനിക്ക് കിട്ടുകയും ചെയ്തു. ടെമ്പററി ജോബായിരുന്നു, പെർമനൻ്റ് അല്ലായിരുന്നു. താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയാണ് എനിക്ക് ലഭിച്ചത്. ആ ജോലി എന്നെ വിളിച്ചത് ഡേറ്റ എൻട്രിക്ക് വേണ്ടിയാണ് വിളിച്ചത്. ഞാൻ പിന്നെ ഉള്ള ജോബാകട്ടെ എന്ന് പറഞ്ഞാൽ ഡേറ്റ എൻട്രിക്ക് ഞാൻ പോയി. ഞാൻ ആ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ദിവസം തന്നെ അവിടെ ചെന്നു. എൻ്റെ കൂടെ തന്നെ ഒരു ഇംഗ്ലീഷുകാരനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെയും എന്നെയും കൂടെ വന്ന് ഒരു മാനേജർ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളെ 2 പേരെയും പൊസിഷൻ സ്വിച്ച് ചെയ്തു. ഡേറ്റ എൻട്രിക്ക് ആ ഇംഗ്ലീഷുകാരനെയും എന്നെ വേറെ ജോബിലേക്ക് മാറ്റി. ഞാൻ എൻ്റെ ട്രെയിനിങ് ടൈമിൽ എന്നെ ട്രെയിൻ ചെയ്യുന്ന ആളോട് ചോദിച്ചു എൻ്റെ ഡെസിഗ്നേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എന്നോട് പറഞ്ഞു, നിൻ്റെ ജോബ് എന്ന് പറഞ്ഞത്, നിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞത് സപ്ലൈ ചെയിൻ അനലിസ്റ്റാണ്. ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പല തവണ അപ്ലൈ ചെയ്തിട്ടും റിജക്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു എൻ്റെ ജോബ് എന്ന് പറഞ്ഞ കാര്യം. അപ്പം തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഉടമ്പടിയായിട്ടോ ദൈവമായിട്ടോ യാതൊരു ബന്ധമില്ലാതെ നിൽക്കുന്ന സമയത്ത് ആ ജോബ് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ആരോ ഉടമ്പടി എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി കിട്ടിയില്ല, ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഈ ഉടമ്പടിയൊന്നും തുടർന്നും നോക്കിയില്ല. ഉടമ്പടി വീണ്ടും ഉഴപ്പിപ്പോയിക്കൊണ്ടിരുന്ന സമയത്ത് ടെമ്പററി ജോബായി. എനിക്ക് അത് പെർമനൻ്റ് ആകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ഒത്തിരി ട്രൈ ചെയ്തു. എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഉടമ്പടി ഉപ്പ് ഞാൻ ഒരു നുള്ളെടുത്തിട്ട് പോകുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് ഈ ജോലി പെർമനൻ്റ് ആക്കി തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ഉടമ്പടിയും മൊത്തത്തിൽ ഉഴപ്പിയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു പറഞ്ഞാൽ അവിടെ തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ തന്നെ പെർമനൻ്റായി ഈ സെയിം സപ്ലൈ ചെയിൻ പൊസിഷനിലേക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്ന സമയത്ത് ഞാൻ ഈ ഇൻ്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്യുകയും ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്തു. സക്സസ്ഫുൾ ആയിരുന്നു ഇൻ്റർവ്യൂ. പക്ഷേ എൻ്റെ വിസയുടെ സ്റ്റേറ്റസ് കാരണം അവർ എന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റിവെച്ചു. എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ഒരാളെ പകരം എടുക്കുകയും ചെയ്തു. ഞാൻ ഈ സമയത്തിനിടെ ഈ ടൈം ഞാൻ കൂടുതൽ സമയങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിരുന്നു. ഞാൻ ആദ്യം ജോലി കിട്ടിയ സമയത്ത് ഒരുപാട് ഞങ്ങൾക്ക് ജോലി സമയത്ത് പാട്ട് കേൾക്കാനൊന്നും കുഴപ്പമില്ല. കൂടുതൽ സമയത്ത് പാട്ട് കേട്ടു. ഒരു 2 മാസത്തോളം കാലം ഞാൻ ഫുള്ള് പാട്ട് കേട്ടു. അത് കഴിഞ്ഞ് പാട്ട് കേട്ടും എടുത്തപ്പം കുറേ കുക്കറി ഷോസ് കണ്ടു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു സാക്ഷ്യം കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ സാക്ഷ്യം കയറി നോക്കി കഴിഞ്ഞപ്പം ഒരാളുടെ സാക്ഷ്യം. അപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എന്നിങ്ങനെ പറഞ്ഞു കേട്ടു. ഞാനിത് എന്താണെന്നറിയാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ പോയി. അന്നേരമാണ് ഈ മാതാവിനെ ഞാൻ കാണുന്നത്. ഈ മാതാവിനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്ക്ഡായിപ്പോയി. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് സ്വപ്നം കണ്ട മാതാവിനെയാണ് ഞാൻ കൃപാസനത്തിൻ്റെ സൈറ്റ് കണ്ടത്. അപ്പോൾ എനിക്കിത് മനസ്സിലായി, ഇത് സത്യസന്ധതയുടെ
ഒരു കാര്യമാണ്. നമ്മൾ ഉടമ്പടി എടുത്താൽ നീതി പുലർത്തണം, സത്യസന്ധത പുലർത്തണം എന്നുള്ള കാര്യം അന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ടു, പല സാക്ഷ്യങ്ങളും പലതവണ ആവർത്തിച്ച് കേട്ടു. ഓരോ കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കി. എൻ്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഞാനത് മനസ്സിലാക്കി, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഞാൻ ആദ്യം ഇതെല്ലാം ഒരു 10-15 ദിവസം സാക്ഷ്യങ്ങൾ കേട്ടു. ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങളുടെ വിവരണവും വിശകലനവും എല്ലാം കേട്ടു. അങ്ങനെ കേട്ട് കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്തത്, ഒരു പേപ്പർ എടുത്തിട്ട്, ഞാൻ കുമ്പസാരിച്ചിട്ടൊക്കെ 2 വർഷം മണ്ടയിലായിരുന്നു. കുമ്പസാരിച്ചു. ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങളും എണ്ണി പെറുക്കി ഓർമ്മയിലുള്ള സമയത്ത് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് ഞാൻ കുമ്പസാരിക്കാനായിട്ട് ഒരുങ്ങി. ഞാനും ആദ്യം പള്ളിയിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷ് മാസമായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം. അച്ഛൻ പറഞ്ഞു കുമ്പസാരിപ്പിക്കാൻ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇംഗ്ലീഷ് കുമ്പസാരിച്ച് പരിചയമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സാരമില്ല, നീ നിൻ്റെ പാപങ്ങളൊക്കെ ഏറ്റു പറ. അപ്പം അച്ഛനും ഞാനും പുറത്ത് നിൽക്കുന്ന സമയമാണ്, പള്ളിയുടെ വെളിയിൽ. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ അവിടെ മുട്ട് കുത്തിക്കോ, ഞാൻ നിൻ്റെ കുമ്പസാരം കേട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കുമ്പസാരിപ്പിച്ചു. പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എന്നെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളം കുർബാന ചെല്ലുന്ന അച്ഛൻ കയറി വന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ കുമ്പസാരിച്ചതാണ്, എനിക്ക് ഒന്നുകൂടെ കുമ്പസാരിക്കണം. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരിക്കൽ കുമ്പസാരിച്ചാൽ മതി, ആത്മാർത്ഥതയോടെ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിൻ്റെ കുമ്പസാരം കേൾക്കും. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്ക് ഒന്നുകൂടെ കേൾക്കണം, കുമ്പസാരിക്കണം, ഭയങ്കരമായിട്ടും ആഗ്രഹം. അങ്ങനെ ഞാൻ കുമ്പസാരിച്ചു. അത് കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജോലിയുടെ കാര്യം ബാക്കി. എൻ്റെ വിസയുടെ സ്റ്റേറ്റസ് കാരണം എന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഞാനൊരു പുറത്തുള്ള ആളായതുകൊണ്ട് ഇംഗ്ലീഷുകാരന് പ്രയോറിറ്റി കൊടുത്തിട്ട് എനിക്ക് ആ ജോലി ഇൻ്റർവ്യൂ പാസ്സായിട്ടും എന്നെ അവർ എടുത്തില്ല, കാരണം എൻ്റെ വിസയുടെ സ്റ്റേറ്റസ്. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഈ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊരു പരീക്ഷണമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ പരീക്ഷണം, എൻ്റെ ജോലി ഈ പരീക്ഷണമാണെന്ന്, എന്നെ മാറ്റി നിർത്തിയേക്കുന്ന ഈ സമയം എൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ടൈമാണ്. അത് ഞാൻ തരണം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ജപമാല, ഒരു സാക്ഷ്യത്തിൽ ഒരാൾ പറയണം, ജപമാല ഞാൻ ചെല്ലാറുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞാനും ഒരു അന്നേരത്തെ ഒരു സങ്കടം മാറ്റാനോ അല്ലെങ്കിൽ എന്തോ വെറുതെ ഒരു ജപമാല ചെല്ലി നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജപമാലയൊന്നും ചെല്ലിയിട്ടില്ല. ചെറുപ്പം മുതലേ ജപമാല ചെല്ലുന്ന സമയത്തിൽ അപ്പനും അമ്മയും അനിയത്തി മാത്രമേ വീട്ടിൽ കാണാറുള്ളൂ. ഞാനോ എൻ്റെ ചേട്ടനോ ഒന്നും ജപമാല കൂടാറില്ല. ഒരിക്കലും ഒരു സന്തോഷത്തോടെ ജപമാല ചെല്ലിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും വൈകിട്ട് നോൺ വെജ് ഭക്ഷണമുള്ള സമയത്തൊക്കെയാണ് ഞാനൊരു ജപമാല കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊരു സന്തോഷത്തിൽ മാത്രമൊക്കെ ജപമാല കൂടിയിട്ടുള്ളൂ. ഒരിക്കലും ഞാനൊരു ജപമാലയൊന്നും ചെല്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ജപമാല ചെല്ലി തുടങ്ങി. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, എന്ത് ചെയ്യണം, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ജോലി കിട്ടണം. അപ്പം ആരോ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ജപമാല ചെല്ല്. ഞാൻ ജപമാല ചെല്ലിപ്പം ഒത്തിരി സന്തോഷം. ഞാൻ ഒരു ദിവസം ഒരു ജപമാല ചെല്ലാം, ഒരു നേരം ഒരു ജപമാല ചെല്ലാം എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പോയത്. പിറ്റേ ദിവസം അതേ സമയം ഇപ്പം വീണ്ടും എന്നോട് മനസ്സിൽ പറഞ്ഞു, ജപമാല ചെല്ല്. അങ്ങനെ ദിവസം 2 ജപമാലയായി. എല്ലാ ശനിയാഴ്ചയും സമ്പൂർണ്ണ ജപമാല ഫുള്ള് ചെല്ലും. ഈ ജപമാലയ്ക്കകത്ത് എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്, ആദ്യത്തെ ജപമാല ഞാൻ കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ജപമാലയുടെ ആദ്യത്തെ നിയോഗം ഞാൻ ചെല്ലുന്നത്. രണ്ടാമത്തെ നിയോഗം ഞാൻ ചെല്ലുന്നത് കൃപാസനത്തിൽ അക്രൈസ്തരായിട്ടുള്ള എല്ലാവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ. കൃപാസനത്തിൽ ആരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടോ അക്രൈസ്തരായി, അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി എല്ലാ അക്രൈസ്തവർക്കും, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത എല്ലാ അക്രൈസ്തവർക്കും വേണ്ടി രണ്ടാമത്തെ രഹസ്യം. മൂന്നാമത്തെ രഹസ്യം ഞാൻ ചെല്ലുന്നത് കൃപാസനത്തിൽ വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, അവരുടെ തടസ്സങ്ങൾ മാറ്റി കൃപാസനത്തിൽ വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ മൂന്നാമത്തെ രഹസ്യം ചെല്ലുന്നത്. നാലാമത്തെ എൻ്റെ 2 സുഹൃത്തുക്കൾക്കും. അഞ്ചാമത്തെ രഹസ്യം ചെല്ലാൻ എൻ്റേതായ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ രാജീവ് ശിവാനന്ദൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നത്. ആ സാക്ഷ്യത്തിൽ എല്ലാവരും ഒത്തിരി പേര് കണ്ട സാക്ഷ്യമാണ്. ഞാൻ ആ സാക്ഷ്യം ഒരു തവണയേ കണ്ടുള്ളൂ. ഒരു തവണ കണ്ടതിൽ ഒരു കാര്യം, ആ സാക്ഷ്യത്തിൽ ആ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചു, നോട്ട് ചെയ്ത്. ഒത്തിരി വളരെ നല്ല സാക്ഷ്യമാണ്. അച്ഛൻ ഇവിടെ പലപ്പോഴായിട്ടും ധ്യാനത്തിലൊക്കെ എടുത്ത് പറഞ്ഞൊരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിൽ ഒരു കാര്യം മാത്രം എന്നെ സ്ട്രൈക്ക് ചെയ്തു. ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രൂശിതനായ കർത്താവിനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ സങ്കടം തോന്നുന്നു പറഞ്ഞൊരു കാര്യം ആ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പം ആ കാര്യം എൻ്റെ മനസ്സിൽ വന്നു. ആരോ എന്നോട് ചോദിച്ചു, ക്രൂശിതനായ കർത്താവിനെ കാണുമ്പോൾ നിൻ്റെ മനസ്സിൽ സങ്കടമുണ്ടോ? ഞാൻ ജനിച്ചപ്പോൾ മുതലൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്തുവിനെ നേരത്തെ അറിയേണ്ട ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ക്രൂശിതനായ കർത്താവിൻ്റെ മുഖമോ ആ ക്രൂശിത രൂപമോ കാണുമ്പോൾ സങ്കടമില്ല. ഞാൻ ആദ്യം പിന്നെ അഞ്ചാമത്തെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്രൂശിതനായ കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നണം, കർത്താവിനോട്, എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനെ കാണുമ്പം എനിക്ക് സങ്കടം തോന്നണം, അല്ലെങ്കിൽ കർത്താവിനെ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവിനോട് ഒരു സ്നേഹം തോന്നണം. അങ്ങനെ ദൈവസ്നേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു.
ദൈവഭയം ആദ്യമേ ദൈവത്തെ ഭയമായിരുന്നു, പക്ഷേ ദൈവസ്നേഹവും ദൈവവിശ്വാസവും ഇല്ലായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് കിട്ടിയത് അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളിലൂടെ. അച്ഛൻ്റെ ധ്യാനം ആദ്യമൊക്കെ ഞാൻ കേട്ടിരുന്നത് ഉടമ്പടി എടുത്ത സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ അച്ഛൻ്റെ ധ്യാനം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇത് യൂട്യൂബ് തുറക്കുമ്പോഴും നോക്കുന്നത് വളരെ ബുദ്ധിമുട്ട്. ഇത് 2.5 മണിക്കൂർ ഇരിക്കണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇരുന്ന് ധ്യാനം കൂടുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ അച്ഛനെ ധ്യാനം കൂടുന്നു. പല ഭാഗങ്ങളിൽ ഞാൻ പല തവണ റിപ്പീറ്റ് അടിച്ച് കാണും. 2 മണിക്കൂറുള്ളൊരു ധ്യാനം ഞാൻ കൂടിക്കഴിയുമ്പോൾ ചിലപ്പോൾ 3 മണിക്കൂർ 3.25 മണിക്കൂർ വരെ പോകാറുണ്ട്. ചില ഭാഗങ്ങൾ റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും കേൾക്കും. വളരെ സന്തോഷത്തോടെ തന്നെ കേൾക്കും. അങ്ങനെയാണ് അച്ഛൻ ദൈവസ്നേഹത്തിൻ്റെ കാര്യവും ദൈവവിശ്വാസത്തിൻ്റെ കാര്യവും പറയുന്നത്. പിന്നെ പലപ്പോഴായിട്ട് വിശ്വാസ പ്രമാണമെല്ലാം ആവർത്തിച്ച് ചെല്ലാൻ തുടങ്ങി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അമ്മ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. അമ്മയ്ക്കും എനിക്ക് ഈ സാക്ഷ്യങ്ങൾ കേട്ടൊരു ബോധ്യം വന്നപ്പോൾ അമ്മയും ഉടമ്പടി എടുത്തിരുന്നെങ്കിലും അതിൽ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല. പ്രാർത്ഥന ചെല്ലും, പള്ളിയിൽ പോകും, കുമ്പസാരിക്കും. കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായി സഹായിച്ച അമ്മയും അമ്മയുടെ ഒരു ഫ്രണ്ടുണ്ട്. അവരൊക്കെ രോഗികളെ പോയി കാണുകയും അങ്ങനെ അമ്മയുടെ ഉടമ്പടിയും ഒന്നുകൂടെ പ്രോഗ്രസ് ആക്കി എടുക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഈ ജോലി മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഒരു പൊസിഷനാണ്, ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു വേക്കൻസി എനിക്ക് വേണ്ടി മാതാവ് 2 വേക്കൻസി ആക്കി തന്നു. ഈ 2 വേക്കൻസി ഇപ്പോൾ ഞാൻ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു. ഒത്തിരി സന്തോഷം. ഉടമ്പടി വെച്ച പോലെ ഒത്തിരി സന്തോഷത്തിനും സമാധാനത്തിനും ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ UK ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ കിട്ടാൻ വേണ്ടി. എക്സാംസ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. പ്രാക്ടിക്കൽ ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒന്നാമത്തെ തവണയും 2ാമത്തെ തവണയും ചെറിയ മൈനർ ഫോൾട്ട് കൊണ്ട് ഇവരെന്നെ തോൽപ്പിച്ചു. ഒന്നാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയിട്ടാണ് പോകുന്നത്. 2ാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴും കൊന്തിയൊക്കെ ചെല്ലി. പക്ഷേ 2ഉം തോറ്റുപോയി. പക്ഷേ എനിക്കൊരു വിഷമവും സങ്കടവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു പരാതിയും പറഞ്ഞില്ല. ഞാനെടുത്ത ഉടമ്പടിയിലും ഞാൻ കണ്ട മാതാവിലും എനിക്ക് പരിപൂർണ്ണ വിശ്വാസമായിരുന്നു. ഞാൻ ഒരു കാര്യത്തിൽ പോലും, ഒരു ചെറിയ കാര്യത്തിന് പോലും, എനിക്ക് കിട്ടാത്തതായിട്ട് ഒരു കാര്യത്തിൽ പോലും ഒരു പരാതി പോലും ഞാൻ മാതാവിനോടോ ഈശോയോടോ പറഞ്ഞില്ല. 3ാമത്തെ ആയപ്പോഴത്തേക്കും മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇത്തവണ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഞാൻ പോകാൻ നേരത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് 2 ദിവസം മുമ്പായിട്ട് ഞാൻ ഇവിടുന്ന് ജോസഫ് അച്ഛനെ ഈ അൾത്താരെ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് ഇത്തവണ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കി തരും. ഡ്രൈവിംഗ് ടെസ്റ്റ് അന്ന് പോയി. അന്ന് സ്വാഭാവികമായിട്ടും മഴയുള്ളൊരു ദിവസമായിരുന്നു. അവിടെ മഴയുണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റിന് കയറിയപ്പോൾ തന്നെ 2 തവണ അടുപ്പിച്ച് വണ്ടി നിന്ന് പോയി. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ പരീക്ഷയ്ക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് തോറ്റു പോകുന്നത്. അന്ന് ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടിട്ട് പോയി. ഞാൻ വളരെ വിശ്വാസമായിരുന്നു. പക്ഷേ വണ്ടി എടുത്തപ്പോഴേ 2 തവണ നിന്ന് പോയി. ഞാൻ മനസ്സിൽ തീർപ്പ് കൽപ്പിച്ചു, ഞാൻ പരീക്ഷ തോറ്റു, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് തോറ്റു. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്വരം ഞാൻ കേട്ടു, നിനക്ക് തരാമെന്ന് പറഞ്ഞത് ഞാനല്ലേ, പിന്നെ നീ എന്തിനു ഭയപ്പെടണം. എനിക്ക് ഒരുപാട് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ ഈ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ ഒരാൾ നിന്ന് OETയുടെ സാക്ഷ്യം പറയുന്നതാണ് കേട്ടത്. എനിക്കറിയില്ല OETയുടെ സാക്ഷ്യം. ഒരാൾ നിന്ന് ഈ അൾത്താരയിൽ നിന്ന് OETയുടെ സാക്ഷ്യം, ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനാണ് പോകുന്നത്, പക്ഷേ ഒരാൾ OETയുടെ സാക്ഷ്യം പറയുന്നതാണ് കേട്ടത്. എനിക്കെങ്കിലും പ്രതീക്ഷ കുറവായിരുന്നു. 2 തവണ വണ്ടി നിന്ന് പോയാൽ സ്വാഭാവികമായിട്ടും തോൽപ്പിക്കേണ്ടതാണ്. എല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ വണ്ടി ഓടിച്ചു. അവരെന്നോട് പറഞ്ഞു, നീ പാസ്സായി, അത് കിട്ടി എന്നോട് പറഞ്ഞു. ഒരുപാട് ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉടമ്പടി കുറച്ചുകൂടി ഊർജിതമാക്കി. ഞാൻ ഓരോ സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. കൃപാസനം പത്രം കൊടുക്കുമ്പോഴും കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ ഗ്രൂപ്പിലാകട്ടെ ഫ്രണ്ട്സാകട്ടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും തമാശയ്ക്ക് കൂട്ടുകാർ പറയും, നീ വലിയ കൃപാസനത്തിൻ്റെ ആളല്ലേ, നീ എങ്കിൽ ഉടമ്പടി എടുപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് എന്നാലും ഞാനൊന്നും മിണ്ടില്ല, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറേ ഉള്ളൂ. ഒരുപാട് പേര് കുറച്ച് പേരൊക്കെ കളിയാക്കിയിട്ടുണ്ട്, കൃപാസനത്തിൻ്റെ ആളല്ലേ, കൃപാസനത്തിൻ്റെ ആൾ. അവരിത് കളിയാക്കി പറയുമെങ്കിലും എനിക്കത് എനിക്കതൊരു ഞാൻ കൃപാസനത്തിൻ്റെ ആളാന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അതിൽ സന്തോഷമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ കൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെല്ലാം അച്ഛനും നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം, എൻ്റെ അനിയത്തി UK-ലാണുള്ളത്. അവൾക്ക് വിസയ്ക്ക് വെക്കേണ്ട ഒരു സമയമായിരുന്നു. വിസയ്ക്ക് മെയ് 11 എന്നുള്ളത് വിസ വെക്കുന്ന സ്കിൽഡ് വർക്കേഴ്സ് കാറ്റഗറിയിൽ മെയ് 11 എന്നുള്ളത് അവരുടെ എല്ലാം ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റസ് എടുത്ത് മാറ്റുന്നൊരു സമയമായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് നോക്കി. അനിയത്തിക്ക് ഒരു കല്യാണവും ഒരു വർക്ക് വിസയും കിട്ടാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു. ഒരു 13 ദിവസം മാത്രമേ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അനിയത്തിയോട് പറഞ്ഞു, നമുക്കൊരു കല്യാണവും ഒരു വർക്ക് വിസയും കൂടെ നോക്കാം. അപ്പോൾ അനിയത്തി ചോദിച്ചു, 13 ദിവസം കൊണ്ട് ഒരു കല്യാണവും വർക്ക് വിസയൊക്കെ നടക്കുമോ? ഞാൻ എന്നോടാണ് ചോദിച്ചത്.
അപ്പം ഞാനിവിടെ അച്ഛൻ പറയും, അച്ഛൻ ധ്യാനത്തിൽ പറയും, ഓരോരുത്തർ വന്ന് ഇങ്ങനെ എന്നോട് ചോദിക്കും, ഞാനൊന്നും ചോദിക്കില്ല. അതുപോലെ തന്നെ മാതാവിനെ ഏൽപ്പിക്കും. ഞാനും അതുപോലെ പറഞ്ഞു, മാതാവേ 13 ദിവസമുണ്ട്, അത് ഞാൻ അങ്ങോട്ട് മാതാവിനെ ഏൽപ്പിക്കുകയാണ്, ഒന്നും അറിയത്തില്ല. അങ്ങനെ മാതാവിനോട് പറഞ്ഞു. 11-ാം തീയതിക്ക് 9-ാം തീയതി ഒത്തിരി ബുദ്ധിമുട്ട്, ഇതിനിടയ്ക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. പല തവണ ഈ അപേക്ഷ ഡ്രോപ്പ് ചെയ്ത് കല്യാണവും മാറ്റി വെച്ചാലെന്നൊക്കെ ആലോചിച്ചതാണ്. എങ്കിലും മാതാവ് അത് മെയ് 11 എന്നുള്ള ഡെഡ് ലൈൻ്റെ മുമ്പായി മെയ് 9-ാം തീയതി ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4 മണിയായപ്പം COS ഇഷ്യൂ ചെയ്തിരുന്നു. ഒത്തിരി ഇവരുടെ പുറകെ നടന്നു, കിട്ടില്ല, ഞങ്ങൾ പ്ലാനെല്ലാം ഉപേക്ഷിച്ചതാണ്. എങ്കിലും 9-ാം തീയതി വൈകിട്ട് 4 മണിയായപ്പം ഞങ്ങൾക്ക് COS ഇഷ്യൂ, എൻ്റെ അനിയത്തിക്ക് COS ഇഷ്യൂ ചെയ്ത് തന്നു. ആർക്കും വിശ്വാസമില്ലെന്ന്, എല്ലാവരും, എൻ്റെ മാതാപിതാക്കളടക്കം എല്ലാവരും, എൻ്റെ അനിയത്തി അടക്കം എല്ലാവരും ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്താണ്. പക്ഷേ ഞാൻ അന്ന് ഒരു സ്വപ്നം കണ്ടു. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഈ വിസ കിട്ടുമെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണം. അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനവിടെ എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച പള്ളിയിൽ പോകും. ഞാനങ്ങനെ ഒരു ദിവസം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ജോസഫ് അച്ഛനും ഒരു കറുത്ത ഉടുപ്പിട്ട ഒരു വൈദികനൂടെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നടുക്കായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നിൽക്കുന്നൊരു സ്വപ്നം കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായില്ല ഇത് എന്താണെന്ന്. ഞാൻ ചോദിച്ചു, ജോസഫ് അച്ഛനെ എനിക്കറിയാം, മറ്റച്ഛൻ ഏതാ, എനിക്കൊരു ഐഡിയ ഇല്ല, എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. എങ്കിലും ഞാൻ ഈ മാതാവ് കാണിച്ച സ്വപ്നമല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ പോയി. പോയപ്പോഴത്തേക്കും ഇടവക ധ്യാനമാണ് ഞങ്ങളുടെ പള്ളിയിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ കറുത്ത ഉടുപ്പിട്ട അച്ഛൻ പിറ്റേ ദിവസം പള്ളിയിൽ അവിടെ ധ്യാനിപ്പിക്കാൻ വന്നു. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ആ ധ്യാനമൊക്കെ കൂടി. എങ്കിലും എനിക്കൊരു ജോസഫ് അച്ഛനെയും വേറൊരു അച്ഛനെയും കൂടിയല്ല ഞാൻ സ്വപ്നം കണ്ടു. മാതാവിനോട് ചോദിച്ചു, മാതാവി ഒരു കാര്യം കൂടി എനിക്ക് തരണം, ഇത് ഈ വിസ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം, ഒരു അടയാളോടെ കാണിച്ചു തരണം. അങ്ങനെ ഇരിക്കെ ഞാൻ അതൊരു കടന്നുറങ്ങിയപ്പോൾ എൻ്റെ അനിയത്തിയുടെ മുമ്പിലോ എൻ്റെ അനിയത്തി ഒരു ഡെസ്കിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ഇപ്പറേ ഒരാളിരിക്കുന്നു. പെട്ടെന്ന് ഫയലെല്ലാം ഒപ്പിട്ട് ഒരാൾ എടുത്തെറിയുവാണ്, അത്രയും സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, വീട്ടിലെല്ലാവരോടും പറഞ്ഞു, പേടിക്കേണ്ട, വിസ കിട്ടും. ആർക്കും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. 9-ാം തീയതി വൈകിട്ട് 4 മണിയായപ്പം COS ഇഷ്യൂ ചെയ്തു. 10-ാം തീയതിയും 11-ാം തീയതിയും സൈറ്റ് ബ്ലോക്കായി. ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. വിസ സാങ്ഷനായി, അപ്രൂവലായി, വിവാഹം ഉറപ്പിച്ചു. എല്ലാം ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നാമത്തിൽ, ഈശോമിശിഹായുടെ നാമത്തിൽ ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന സ്വർഗസ്ഥനായ പിതാവിനും നന്ദി പറയുന്നു. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 3:12 തിരുവചനം മുതൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിൻ്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ഇസ്രായേലിൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല, വ്യാജം പറയുകയില്ല. അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല. അവർ സുഖമായി മേയുകയും വിശ്രമിക്കുകയും ചെയ്യും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. തിരുവചനങ്ങൾ അന്വർത്ഥമാകുന്ന രീതിയിൽ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും എങ്ങനെയാണ് ഇവിടെ ആ മക്കൾ അത് വന്ന് പറയുന്നത്. അതായത് ജെഫിൻ്റെ ജീവിതത്തിൽ ജെഫിൻ ഉടമ്പടി എടുത്തതിന് ശേഷം 90 ദിവസം ജെഫിൻ ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടിയിൽ ജീവിച്ചു. അതാണ് ജെഫിൻ ഇവിടെ വ്യക്തമാക്കിയത്. പിന്നീട് ഈ മകൻ ഉടമ്പടി എടുക്കുന്നത് വളരെ ബുദ്ധിപൂർവം, യുക്തിപൂർവമൊക്കെ ഈ മകൻ ചിന്തിച്ചു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, അതായത് സാക്ഷ്യം ഒരെണ്ണം കേട്ടു എന്നാണ് പറയുക. കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് ഉടമ്പടി എടുത്തത് കൊണ്ട് ജീവിച്ചു. പിന്നീട് അതെല്ലാം മറന്നു, ഉടമ്പടി ഉഴപ്പി, പിന്നീട് യാതൊരു ബന്ധവുമില്ല. പിന്നീട് നാം കേട്ട കാര്യങ്ങളൊക്കെ വ്യക്തമാണ്, തൻ്റെ കൂദാശ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു എന്ന്. എന്നാൽ സാക്ഷ്യങ്ങൾ നാം ഷെയർ ചെയ്യണമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ മകനൊരു സാക്ഷ്യം കേൾക്കുന്നു. പിന്നെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജോബിന് ഇടയ്ക്കൊക്കെ പാട്ടും ക്രുക്കറി ഷോയും അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തി പിന്നീട് എങ്ങനെ സാക്ഷ്യം കേട്ട് അതിനോടൊരു താല്പര്യം തോന്നുന്നു. പിന്നീടാണ് ഓരോന്നും പഠിക്കുകയാണ്. താൻ ഇവിടെ എന്താണ് നടക്കുന്നത്, ഇത് സത്യസന്ധമാണോ, അതെല്ലാം വ്യക്തമായിട്ട് തെളിവോടുകൂടി ഈ മകൻ തന്നെ പഠിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അത് ഈ മകന് ഒരു പഠനത്തിൻ്റെ ഒരു കോഴ്സ് തന്നെയാണെന്നാണ് പറയുക. അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതം പിന്നീട് എങ്ങനെ ആരംഭിക്കുന്നു എന്നും, ഓൺലൈൻ ഉടമ്പടി എടുത്തു, അതിനുശേഷം ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഉണ്ട്. ഇങ്ങനെയെല്ലാം തൻ്റെ ജീവിതത്തിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളാണ്
ഇവിടെ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുവാൻ ഈ മകനെയും കുടുംബത്തെയും ഒരുമിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ എത്രയോ നല്ല നല്ല അനുഭവങ്ങളാണ് ഈ മകനുണ്ടായത്. പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഈ മകന് കാണപ്പെട്ടു, പക്ഷേ അമ്മയാണെന്ന് മനസ്സിലായില്ല. പിന്നീട് അമ്മയെ മനസ്സിലാക്കുമ്പോഴാണ് ഈ മകന് ഒരു ഉൾവിളി ഉണ്ടാകുന്നത്. അതാണ് നാം കേട്ട അനുഭവ സാക്ഷ്യം മുഴുവനും. അങ്ങനെ തൻ്റെ ജോലി, അതായത് തനിക്ക് വേണ്ടിയിട്ട് 2 പോസ്റ്റ് അവിടെ എങ്ങനെ ഉണ്ടാക്കുന്നു? ഒരു പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, അത് തനിക്ക് കിട്ടുവാൻ യോഗ്യതയില്ല. ആ ഒരു അവസരത്തിൽ 2 പോസ്റ്റ് ആക്കുന്നതും പിന്നീട് തനിക്ക് കിട്ടിയ ജോലി, ഏറ്റവും ആഗ്രഹിച്ച ആ പോസ്റ്റ് തന്നെ ഈ മകന് ലഭിക്കുന്നു. അതുപോലെ തൻ്റെ അനുജത്തിയുടെ കാര്യം 11 ദിവസം എന്നൊക്കെ പറയുന്ന ആ ഒരു അത്രയേ സമയമുള്ളൂ. എന്നാൽ അത് 9 ദിവസത്തിനുള്ളിൽ തന്നെ അനുജത്തിയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നു. തൻ്റെ വിവാഹം, തനിക്ക് ഒത്തിരിയേറെ നീ കൃപാസനത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ തന്നെ കളിയാക്കുമ്പോൾ ഇന്നത് ഈ മകന് ഒത്തിരിയേറെ സന്തോഷമാണെന്നാണ് പറയുക. അതായത് തൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ, അങ്ങനെയുള്ളൊരു ജോലി, സമാധാനപൂർണമായൊരു ജീവിതം, അങ്ങനെ ഒരു ലൈറ്റ് വെയിറ്റ് അനുഭവപ്പെടുകയാണ്. ഭാരലഘുത്വം അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ 2nd ബേബിയുടെ ബാപ്റ്റിസമായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ വണ്ടിയെടുത്ത് ബാപ്റ്റിസിന് പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റ് ഒരു ബൈക്ക്, ഒരു സ്കൂട്ടറിൽ നിന്ന് 2 ലേഡീസ് വന്ന് കാറിനിട്ട് വന്ന് ഇടിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ബൈക്കൊക്കെ തെറിച്ച് മാറി വീണു. 2 പേരും നല്ലപോലെ റൂട്ടിലോട്ടൊക്കെ വീണു. ആ അപകടത്തിൽ നിന്ന് മാതാവ് രക്ഷിച്ചു. അത് മാതാവ് നല്ലൊരു അപകടം നടക്കേണ്ടതായിരുന്നു, എങ്കിലും മാതാവ് അവരെ കാത്തു. ഒരു കുഴപ്പങ്ങളുമില്ല. എല്ലാം അവരെ ഞാൻ അന്നേരം ബാപ്റ്റിസത്തിന് പോകാതെ തന്നെ അവരെ അന്നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെ സ്കാനിങ്ങിന് കയറ്റി. അവർ ഒരു കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അവർ വിളിച്ചിട്ടില്ല. ഒരു കുഴപ്പമില്ല. മാതാവ് ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഞാൻ ഒരിക്കൽ കൂടി ഈ മാതാവിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. മാതാവ് ഈ കൃപാസന ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ നോക്കി കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ സ്വപ്നം കണ്ട മാതാവ് ഭയങ്കര ഷോക്കായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം എനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. അത് കഴിഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊന്നുകൂടെ മാതാവിനെ സ്വപ്നം കാണണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പല ആവർത്തി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നൊക്കെ മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചതാണ്. ആദ്യം ഞാൻ ഈ കൃപാസനത്തിൻ്റെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഇവിടെ കയറി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കാണുമല്ലോ, ആൾക്കാർ കളിയാക്കില്ലേ, അങ്ങനെ പല അന്ന് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഞാൻ ആദ്യം പോയത്. ഇവിടെ വന്ന് കിട്ടിയാലും ഇനി ഇങ്ങനെയാണ് സാക്ഷ്യം പറയണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാനിവിടെ പോകുന്നത്. എന്തെങ്കിലും ആദ്യത്തെ ഈ മാതാവിനെ സ്വപ്നം കണ്ട് ഇത് മാതാവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഒന്നുകൂടെ കാണാൻ പറ്റുമോ? അങ്ങനെ 2ാമത് മാതാവ് എനിക്ക് ഒന്നുകൂടെ സ്വപ്നം കാണിച്ചു തന്നു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു, മാതാവിൻ്റെ എളിയിൽ ഉണ്ണീശോയുടെ കയ്യിൽ ഒരു വടിയുടെ അറ്റത്തൊരു സ്റ്റാർ, പിന്നെ മാതാവിനൊരു കിരീടം, ആ കിരീടത്തിന് ചുറ്റും നക്ഷത്രം. ആകാശത്ത് തന്നെയാണ് വീണ്ടും ഞാൻ കണ്ടത്. അതും വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ പലതവണ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നൊക്കെ ആഗ്രഹിച്ചു. പിന്നീട് ബസ്സിൽ പോകുമ്പോഴൊക്കെ ഞാൻ നോർമലി പാട്ട് കേട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നീട് ഞാനൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഇവിടെ വന്ന് എങ്ങനെ സാക്ഷ്യം പറയുന്നതിനുള്ള പ്രിപ്പറേഷൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഓരോ ചെറിയ കാര്യങ്ങൾ പോലും മറന്നു പോകാതെ എല്ലാം ഈ ആൾക്കാരെ വന്ന് ഈ 10 ലക്ഷം പേര് കാണുന്ന, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷം പേര് കാണുന്ന പോലെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. അതിനുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ എന്ന് ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയോ അന്ന് പോട്ടില്ല. ആ 1.5 വർഷം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ സാക്ഷ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ കാര്യങ്ങൾ പോലും വിട്ടുപോകാതെ. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എൻ്റെ വിവാഹത്തിന് ഇവിടെ വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ ജസ്റ്റിൻ ചേട്ടൻ്റെയും വിവാഹം കറക്റ്റ് സമയത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു. അന്ന് ഇവിടെ സാക്ഷി എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, ഇത് പറയണ്ട, ഇനി കുറച്ചുകൂടെ ആയിട്ട് പറയാം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പല കാര്യങ്ങളും. പിന്നീട് ഞാൻ ചെയ്യുന്ന ജോലി മാതാവ് തന്നതാണെന്ന് എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. ഈ ബോധ്യം എനിക്ക് മനസ്സിലുള്ളിടത്തോളം കാലം എൻ്റെ ഓഫീസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ദിവസം രാവിലെ ഞാൻ എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഞാൻ പറയും, കർത്താവ് ഈശോമിശിഹായെ അങ്ങയുടെ പീഡാനുഭവവും കുരിശുമരണവും ഉദ്ധാനവും ഞാൻ ഏറ്റു പ്രഖ്യാപിക്കുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വിശ്വാസ പ്രമാണം ചെല്ലും. അത് കഴിഞ്ഞ് ജോലി തുടങ്ങുന്നതിന് മുമ്പും ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഉച്ചയ്ക്ക് 2:30 മണി എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ ആ സമയത്ത് എന്നും ജോലിയുടെ ഇടയ്ക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഇറങ്ങുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും. എനിക്ക് ഓഫീസിൽ സാധാരണ
1 മണിക്കൂറാണ് ലഞ്ച് ബ്രേക്ക്. എനിക്ക് 20 മിനിറ്റോളം മതി ലഞ്ച് കഴിക്കാൻ. ബാക്കി പിന്നെയും 35 മിനിറ്റ് ഉണ്ട്. ആ 35 മിനിറ്റിൽ ഞാനൊരു ജപമാല ചെല്ലും. ജപമാലയുടെ രഹസ്യങ്ങളിൽ ഓരോരുത്തർക്കും ഉള്ള നിയോഗങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ വെക്കും. ആദ്യത്തേത് അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കുന്നതിന്, രണ്ടാമത് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ അക്രൈസ്തരായ മക്കളുടെ ഉടമ്പടി ഞങ്ങൾ എനിക്കറിയില്ല, അങ്ങനെ പ്രാർത്ഥിക്കണം എനിക്ക് തോന്നുന്നത്. ഞാൻ അതിപ്പോഴും പ്രാർത്ഥിച്ചു പോന്നു. അക്രൈസ്തരായ മക്കളുടെ ഉടമ്പടി ഞങ്ങൾ സാധിച്ചു കിട്ടുന്നതിന്. മൂന്നാമത്തേത് ഇതുപോലെ തന്നെ കൃപാസനത്തിൽ വരാൻ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരുടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി. നാലാമത്തെ എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് വേണ്ടി. അഞ്ചാമത്തെ രഹസ്യം ഞാൻ ചെല്ലും. കർത്താവ് ഈശോമിശിഹായുടെ ക്രൂശിത രൂപം കാണുമ്പോൾ എനിക്കും സങ്കടം തോന്നണം എന്നൊരാഗ്രഹമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സങ്കടം തോന്നാറില്ല. ഇപ്പോഴും ദൈവത്തോടുള്ള ഈശോമിശിഹായോടുള്ള സ്നേഹം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ദൈവസ്നേഹവും വിശ്വാസവും ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം വഴി എനിക്ക് ഒരുപാട് കൂട്ടാൻ പറ്റി. പിന്നെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, അമ്മ ഉടമ്പടി എടുത്ത ആളാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, വെറുതെ പ്രാർത്ഥന ചൊല്ലിയും കൊന്ത ചൊല്ലിയും പള്ളിയിൽ പോയിരുന്നിട്ട് കാര്യമില്ല. രോഗികളെ കാണണം, അനാഥാലയത്തിൽ പോകണം, അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണം, ഫുഡ് കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. അപ്പം അമ്മയ്ക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനും കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ് ബെനീറ്റയും ഇതുപോലെ പൈസ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുത്ത മറ്റുള്ളവർക്ക് ഫുഡും അനാഥാലയത്തെ ഡ്രസ്സും ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജോലിയിലായിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ഉടമ്പടി കറക്റ്റായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. ഉപവാസം എടുത്തിട്ട് ഞാൻ ഉപവാസം അവസാനിക്കും, പ്രാർത്ഥിക്കും. കർത്താവ് ഈശോയെ, ഈ ചെറിയൊരു ഉപവാസം കൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല, എങ്കിലും എൻ്റെ ഈ ചെറിയൊരു ഉപവാസം അങ്ങയുടെ പീഡാനുഭവത്തോടും കുരിശുമരണത്തോടും ഉദ്ധാനത്തോടും ഞാൻ ചേർത്ത് വെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഉപവാസം അവസാനിപ്പിക്കുന്നത്. ഞാൻ അന്ന് എനിക്ക് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാനുള്ള പൈസയ്ക്ക് ഞങ്ങൾ കുറച്ച് ഞാനൊരു 5 പാസ്ത പാക്കറ്റ് മേടിച്ച് അവിടെ ഫുഡ് റൈസ് ചെയ്യുന്നൊരു പള്ളിയിൽ ഫുഡ് റൈസ് ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റിൽ കൊണ്ടിടാറാണ് പതിവ്. 5 പാസ്ത പാക്കറ്റ് ഞാൻ മേടിച്ചു. അപ്പോഴാണ് ഒരു ദിവസം ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ 6 എന്ന സംഖ്യയ്ക്ക് ബൈബിളിൽ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം ഞാനത് 5 മാറ്റി 6 ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൈഫ് പറഞ്ഞു, ഞാനും കുറച്ച് പൈസ തരാം. അനിയത്തി പറഞ്ഞു, കുറച്ച് പൈസ, വലിയ എമൗണ്ട് ഒന്നുമില്ല, 1-2 പൗണ്ട് അല്ലെങ്കിൽ 3 പൗണ്ടിനുള്ള കാര്യങ്ങളും 5 പൗണ്ടിനുള്ള കാര്യങ്ങളും. പിന്നെ ഞാൻ അച്ഛൻ 6 എന്ന് പറഞ്ഞുകൊണ്ട് 6 എന്നുള്ള സംഖ്യ മാറ്റിയിട്ട് പിന്നെ 12 പാസ്ത പാക്കറ്റ്. ആ പാസ്ത പാക്കറ്റ് അവിടെ കൊണ്ടിടുമ്പോഴും ഞാൻ പറയും, മാതാവേ, ഞാൻ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പൈസ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഈ ഫുഡ് ഞാൻ കൊടുക്കുന്നത്. ഇത് കഴിക്കുന്നവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണം. ഇത് ദൈവത്തെ അറിയാൻ സാധിക്കണമെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കും. പിന്നെ ഞാൻ ഇവിടെ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇംഗ്ലീഷ് പത്രം ഞാൻ മേടിച്ചു കൊണ്ടുപോയിരുന്നു. ഇംഗ്ലീഷ് പത്രം, മലയാളം പത്രം കൊടുക്കാൻ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഇംഗ്ലീഷ് പത്രം ആരോ എന്തോ ഒരു ശക്തി എന്നെ പ്രേരിപ്പിച്ചു. 20 ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ടുപോയി. ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ടുപോയി അവിടെ കൊണ്ട് ഞാൻ ഓർത്തു, ഇത് ആർക്ക് കൊടുക്കും, ആര് കൊടുത്താൽ മേടിക്കും. മലയാളത്തിൽ പോലും എന്നെ കൊണ്ടൊരു പത്രം പറഞ്ഞു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലരും വേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഇംഗ്ലീഷ് പത്രം ഞാൻ മേടിച്ചുകൊണ്ട് പോയി. ഇംഗ്ലീഷ് പത്രം ഞാൻ ഒരു തവണ പള്ളിയിൽ പോകുന്ന നേരത്ത് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു, മാതാവേ, ഇത് എത്തേണ്ടിടത്ത് എത്തിക്കണം, എനിക്കല്ല, ഇത് അമ്മ വഴി ഈശോയെ കൂടുതൽ പേരെ അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ ഞാൻ ഈ ഇംഗ്ലീഷ് പത്രം കൊണ്ട് പോയി. ഞാൻ ഈ ഇംഗ്ലീഷ് പത്രം എല്ലാവർക്കും കൊടുത്ത് തീർത്തു. ഇവിടുന്ന് കൊണ്ടുപോയ കാശ് രൂപം അവിടുത്തെ കുർബാന ചെല്ലുന്ന അച്ഛന് കൊടുത്തു. അവിടുത്തെ അച്ഛനൊക്കെ ഇംഗ്ലീഷ് പത്രം കൊടുത്തു. അവരൊക്കെ വായിച്ചു. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇംഗ്ലീഷ് പത്രം മേടിച്ചു. അതിൽ ഒരാൾ മാത്രമാണ് വേണ്ട അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞത്. എങ്കിലും അതും ബാക്കിയെല്ലാം എന്നെ കൊണ്ട് വിതരണം ചെയ്യാൻ പറ്റി. ഒത്തിരി അനുഗ്രഹങ്ങൾ കൃപാസനം വഴി മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും സ്വർഗസ്ഥനായ പിതാവിനും നന്ദി പറയുന്നു. തൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമാണ്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ തിരുവചനത്തോട് താൻ തന്നെ എങ്ങനെ താതാത്മ്യപ്പെടുന്നു, താൻ ഇന്ന് എങ്ങനെ ഏതവസ്ഥയിൽ ഈ എത്ര സന്തോഷവാനായിട്ട് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയുന്നു. തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോധ്യങ്ങളുണ്ട്. അതനുസരിച്ച് തന്നെ ജീവിതം നയിക്കുന്ന ഈ ചെറുപ്പക്കാരനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.